നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബ്രസീലിയൻ ടീമുകളാണ് ഏറ്റവും ശക്തർ. പറയുന്നത് ഇന്റർ മയാമിയുടെ കോച്ച് അർജൻറ്റീനക്കാരൻ ഹാവിയർ മാഷറാനോയാണ്. ഇന്ന് ഇന്റർ മയാമിക്ക് കളിയുണ്ട്. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാം റൗണ്ടിൽ അവർ FC പോർട്ടോക്കെതിരെ കളിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതും ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ശക്തിയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. സൗത്ത് അമേരിക്കൻ ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ബ്രസീലിയൻ ടീമുകളാണ് പ്രാക്ടിക്കലി സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമുകൾ. കാരണം അവർക്ക് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറ്റ് സൗത്ത് അമേരിക്കൻ ടീമുകളെ അപേക്ഷിച്ച് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നോക്കുക, പാൽമിറാസ് കളിച്ച ഗെയിം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. അവർക്ക് മികച്ച ടീമുണ്ട്, മികച്ച കോച്ചുണ്ട്. കുറച്ചധികം നാളുകളായിട്ട് അവരോടൊപ്പമുള്ള മികച്ച കോച്ചുണ്ട്. ലോക്കൽ കിരീടങ്ങൾ നേടി എന്ന് മാത്രമല്ല, കോപ്പ ലിബർട്ടഡോറസ് അടക്കം അവർ നേടുകയുണ്ടായി. ഹയസ്റ്റ് ലെവലിൽ അവർ കോമ്പീറ്റ് ചെയ്യുന്നു, അതവർ തുടരുകയും ചെയ്യുന്നു. പിന്നെ ഫ്ലുമിനൻസ് നോക്കുക, ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ ഗ്രൂപ്പ് Fൽ മികച്ച പ്രകടനമല്ലേ നടത്തിയത്. ആ പ്രകടനത്തിലൊന്നും എനിക്ക് അത്ഭുതമില്ല. കാരണം സൗത്ത് അമേരിക്കൻ ടീമുകൾ വളരെ സ്ട്രോങ് തന്നെയാണ്, വളരെ കോമ്പറ്റിറ്റീവാണ്. സോ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ വരുമ്പോൾ ടീമുകളൊക്കെ അപ് ടു ദെയർ ടാസ്ക് ആയിരിക്കും, അവർ പെർഫോം ചെയ്യും. ഒബ്വിയസ്ലി ഫുട്ബോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചെറിയ ഡീറ്റെയിൽസും മറ്റുമൊക്കെ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് റിസൾട്ടുകൾ കൊണ്ടുവരും. പക്ഷേ എനിക്കൊരു സംശയവുമില്ല, ടീമുകളൊക്കെ അപ് ടു ദി ടാസ്ക് ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സൗത്ത് അമേരിക്കൻ ടീമുകളും യൂറോപ്യൻ ടീമുകളും തമ്മിലുള്ളൊരു പോരാട്ടമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, നമ്മൾ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കാണാം. കാരണം ടൂർണമെൻറ്റ് തുടങ്ങിയിട്ടുള്ളൂ, ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഫെയർ ആയിട്ട് വേണം കാര്യങ്ങളെ കാണാൻ. കാരണം യൂറോപ്യൻ ലീഗ് ഓൾറെഡി ഫിനിഷ്ഡ്. ഈ സീസൺ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. ഒരു മിനി ബ്രേക്കിലാണ് പല ടീമുകളും ഉള്ളത്. അതേസമയം ചില താരങ്ങൾ ദേശീയ ടീമിനോടൊപ്പം ഫിഫ ബ്രേക്കിൽ കളിച്ചിട്ടുമാണ് വരുന്നത്. അതുകൂടി നോക്കണം. സോ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിൽ അർത്ഥമില്ല. ഈ ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ഹാവിയർ മാഷറാനോ പറഞ്ഞ സംഗതി. വളരെ ശരിയാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ യൂറോപ്യന്മാരുടെ അപ്രമാദിത്വം എന്ന് പറയാൻ പറ്റില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.